8ാം ക്ലാസ്സിലെ ബയോളജിയുടെ സെക്കൻഡ് ചാപ്റ്ററായ സെൽ ക്ലസ്റ്റേഴ്സിന്റെ 3ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 1ാമത്തെയും 2ാമത്തെയും ഭാഗം കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നമ്മൾ ഇതുവരെ സെല്ലിനെ കുറിച്ചും ടിഷ്യൂസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞായിരുന്നു. സെൽ കമ്പൈൻ ടു ഫോം ടിഷ്യൂസ്. വാട്ട് ഇഫ് ടിഷ്യൂസ് കമ്പൈൻ? സെൽ ചേർന്നാൽ ടിഷ്യൂസ് ഉണ്ടാകും, ടിഷ്യൂസ് ചേർന്നാൽ എന്താണ് ഉണ്ടാകുന്നത്, അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കൂ, കുറെ ടിഷ്യൂസിന്റെ ഈ ഒരു പിക്ചറിൽ കുറെ ടിഷ്യൂസിന്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. നെർവസ് ടിഷ്യൂ, എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അനിമൽ ടിഷ്യൂസിനെ കുറിച്ച് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ ടിഷ്യൂസ് ചേർന്ന് എന്താണ് ഉണ്ടാകുന്നത്? ഓർഗൻസ് ഉണ്ടാകും. ടിഷ്യൂസുകളെല്ലാം കൂടി ചേർന്ന് ഓർഗൻസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ സെൽ ചേർന്ന് എന്താണ് ഉണ്ടാകുന്നത്? സെൽ ചേർന്ന് ടിഷ്യൂസ് ഉണ്ടാകും, ടിഷ്യൂസ് ചേർന്ന് ഓർഗൻസ് ഉണ്ടാകും. ഇവിടെ ഈ നെർവസ് ടിഷ്യൂ, എപ്പിത്തീലിയൽ ടിഷ്യൂ ഇതൊക്കെ ചേർന്നിട്ട് എന്തോണ്ടായിട്ടുണ്ട്? സ്റ്റൊമക്ക് എന്ന് പറയുന്ന ഒരു ഓർഗൻ ഉണ്ടായിട്ടുണ്ട്. ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്ന മറ്റൊരു ഓർഗനും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഡൈജഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഡൈജസ്റ്റിനുമായി ചേർന്ന് വരുന്ന ഈ സ്റ്റൊമക്ക്, ഇൻഡസ്റ്റൈൻ ഒക്കെ ഡൈജഷനുമായി ബന്ധപ്പെട്ട അവയവങ്ങളാണ്. ഇതെല്ലാം ചേർന്നിട്ടാണ് ഒരു ഡൈജസ്റ്റീവ് വ്യവസ്ഥ, അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റം രൂപം കൊള്ളുന്നത്. ഇപ്പൊ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ ടിഷ്യൂസ് ചേർന്ന ഓർഗൻസ് ചേർന്നാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായ? അപ്പൊ സെൽ ചേർന്ന് ടിഷ്യൂസ് ഉണ്ടാവും, ടിഷ്യൂസ് ചേർന്ന് ഓർഗൻസ് ഉണ്ടാവും, ഓർഗൻസ് എല്ലാം കൂടെ ചേർന്നിട്ടാണ്, അവയവങ്ങളെല്ലാം കൂടെ ചേർന്നാണ് ഒരു സിസ്റ്റം ഉണ്ടാകുന്നത്, ഒരു വ്യവസ്ഥ ഉണ്ടാകുന്നത്. അതായത് ഇവിടെ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓർഗൻസ് ആണ്. അപ്പോൾ അത് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് രൂപപ്പെടുന്നത്. ക്ലിയർ ആയോ? അത്രയും നമുക്ക് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അത് എഴുതാനുള്ളത്. നമുക്ക് ഏതൊക്കെയാണ്? വാട്ട് ആർ ദ ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ഈച്ച് ടിഷ്യൂസ് ഇൻ ദ ഇലസ്ട്രേഷൻ? ഇതിൽ കൊടുത്തിരിക്കുന്ന ടിഷ്യൂസിന്റെ ഓരോന്നിന്റെയും ഫങ്ഷൻസ് നമ്മളത് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. നെർവസ് ടിഷ്യൂ, അതിന്റെ ഫങ്ഷൻസ് എന്തോന്നാണ്? കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും സഹായിക്കുന്നു. രണ്ടാമത്തത് എപ്പിത്തീലിയൽ ടിഷ്യൂ, എന്താണ്? പ്രൊട്ടക്ഷൻ, അബ്സോർപ്ഷൻ ആൻഡ് സിക്രിയേഷൻ. മൂന്നാമത്തത് ഏതാണ്? കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂയുടെ ബ്ലഡ് ടിഷ്യൂ ആണ്, ബ്ലഡ് സെല്ലിന്റെ ഏതാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽ ആൻഡ് ഡിസീസസ് റെസിസ്റ്റൻസ് ആണ്. പിന്നെ നാലാമത്തേത് വന്നിട്ടുള്ളത് മസ്കുലാർ ടിഷ്യൂ. മസ്കുലാർ ടിഷ്യൂ എന്തിനാണ് സഹായിക്കുന്നത്? മൂവ്മെന്റ്സിന്. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അതങ്ങ് ചേർത്ത് എഴുതിയാൽ മതി. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് ടിഷ്യൂസ് ദാറ്റ് ദ സ്റ്റൊമക് ആൻഡ് ദ ഇൻഡസ്റ്റൈൻ ആർ മെയ്ഡ് അപ്പ് ഓഫ്? സ്റ്റൊമക്ക്, ഇൻഡസ്റ്റൈൻ ചേർന്ന് വരുന്ന ടിഷ്യൂസ് ഏതൊക്കെയാണ്? ഇപ്പൊ ആ ഒരു ഇതിൽ തന്നെ, പിക്ചറിൽ തന്നെ നമ്മൾ പഠിച്ചതാണ്. ഏതൊക്കെയാണ്? മെയിൻലി നെർവസ് ടിഷ്യൂസ്, എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് മസ്കുലാർ ടിഷ്യൂസ്. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ സ്റ്റൊമക്ക്? സ്റ്റൊമക്കിന്റെ ഫങ്ഷൻ എന്താണ്? ഡൈജഷൻ. മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്താണ്? ഡൈജഷൻ. ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഫുഡ് മെറ്റീരിയൽസ്, ഡൈജഷൻ ആൻഡ് സെക്രിയേഷൻ ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ ഇൻഡസ്റ്റൈൻ? ഇൻഡസ്റ്റൈന്റെ ഫങ്ഷൻ എന്താണ്? സെക്രിയേഷൻ, അബ്സോർപ്ഷൻ. കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് ഫുഡ്, digestion of food materials, secretion of digestive juice, reabsorption of water, absorption of nutrients. ഇതൊക്കെ secretion of digestive juice, reabsorption of water and absorption of nutrients. ഇതൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, is the function performed by an organ the same as the function of the constituent tissue?
ടിഷ്യൂന്റെ ഫങ്ഷൻ ആയിരിക്കും അടുത്ത ഓർഗൻ ആയിട്ട് വരുമ്പോഴത്തേക്ക്, അത് ചേർന്ന് വരുമ്പോഴത്തേക്ക് അതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് മാറി വരും അല്ലെ. ഓർഗൻ പെർഫോംസ് ദ കോർഡിനേറ്റഡ് ഫങ്ഷൻസ് ഓഫ് വേരിയസ് ടിഷ്യൂ. ഒരുപാട് ടിഷ്യൂസിന്റെ ഫങ്ഷൻസ് എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കാണ് അത് ഓർഗൻ ആയിട്ട് വരുന്നത്. ദ ഫങ്ഷൻസ് ഓഫ് ഓർഗൻ ഈസ് നോട്ട് ദ സെയിം ആസ് ദ ഇൻഡിവിജ്വൽ ടിഷ്യൂസ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഓർഗൻ. ടിഷ്യൂസ് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല ഓർഗൻസ് ചേർന്ന് വരുമ്പോഴത്തേക്കുണ്ടാവുന്ന ഫങ്ഷൻസ്. അടുത്ത, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഓർഗൻസ് വിത്ത് ദ സെയിം ഫങ്ഷൻ വർക്കിംഗ് ടുഗദർ ആസ് എ സിസ്റ്റം? ഏതൊക്കെ ഒരുപാട് ഓർഗൻ സിസ്റ്റം വരുന്നുണ്ട്. ദ ഫങ്ഷൻസ് ക്യാൻ ബി പെർഫോംഡ് വെരി എഫക്റ്റീവ്ലി. ഈ ഓരോ സിസ്റ്റംസ് എന്ന് പറയുന്നതും നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ എല്ലാ ഫങ്ഷൻസിനും ആവശ്യമായിട്ടുള്ള അതാണ്. അതുകൊണ്ട് ഇതെല്ലാം ഏത് സിസ്റ്റം എടുത്താലും, ഏത് ഓർഗൻ സിസ്റ്റം എടുത്താലും അതെല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും നോക്ക്, നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചായിരുന്നു. അടുത്ത് നോക്കൂ, മെനി ഓർഗൻസ് കമ്പൈൻ ചെയ്ത് പ്രവർത്തിച്ചാൽ എന്താണ് ഗുണം? ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇവിടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചായിരുന്നു. ആ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഏതൊക്കെ ഓർഗൻസ് ചേർന്നാണ് വരുന്നത്? സ്റ്റൊമക്ക്, ലിവർ, ഇൻസ്റ്റൈൻ, ഇതൊക്കെ ചേർന്നാണ് ആ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അതുപോലെ ഓർഗൻസും വേറുള്ള ഓർഗാനിക് സിസ്റ്റത്തിനെ കുറിച്ചാണ് അടുത്തൊരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. ഓരോ ഫങ്ഷൻസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഓരോ ഫങ്ഷൻസ് നടക്കണമെങ്കിൽ ഓരോ ഓർഗാൻ സിസ്റ്റം വേണം. അടുത്ത് നോക്ക്, ഈ ചാപ്റ്ററിൽ നമ്മൾ അതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നോക്ക്, ഹാർട്ട്, ബ്ലഡ് വെസൽസ്, ഇതൊക്കെ ചേർന്ന് വരുന്ന എന്താണ്? സർക്കുലേറ്ററി സിസ്റ്റം. അടുത്ത റെസ്പിറേറ്ററി സിസ്റ്റം, അതിലേതൊക്കെ? നോസ്, ട്രാക്കിയ, ലങ്സ്, ഇതൊക്കെ ചേർന്ന് വരുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം, ശ്വസന വ്യവസ്ഥ. അടുത്ത കിഡ്നി, യൂറിനറി ബ്ലാഡർ, ഇതെല്ലാം ചേർന്ന് വരുന്നത് എക്സ്ക്രീറ്ററി സിസ്റ്റം. എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? വിസർജന വ്യവസ്ഥ. അടുത്ത ബ്രെയിനും നെർവസ് ഒക്കെ ചേർന്ന് വരുന്നത് നെർവസ് സിസ്റ്റം, നാഡീ വ്യവസ്ഥ. അപ്പൊ ഇങ്ങനെ നമ്മുടെ ശരീരത്തില് ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഓരോ ഓർഗാനിക് സിസ്റ്റം ചേർന്ന് വരുമ്പോഴത്തേക്കാണ്. അപ്പൊ എല്ലാ ആക്ടിവിറ്റീസും ക്ലിയർ ആയിട്ട് നടക്കണമെങ്കിൽ ഒരു ഓർഗനായിട്ട് ചെയ്യാൻ മാത്രം കഴിയില്ല. അപ്പൊ ഓർഗാൻസിന്റെ കമ്പൈൻസ് ആയിട്ടുള്ള പ്രവർത്തനം വഴിയാണ് ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ക്ലിയർ ആയോ? അത്രയും ഏതൊക്കെ സിസ്റ്റംസ് ആണ് നമ്മൾ പഠിച്ച? സർക്കുലേറ്ററി സിസ്റ്റംസ്, റെസ്പിറേറ്ററി സിസ്റ്റംസ്, എക്സ്ക്രീറ്ററി സിസ്റ്റംസ്, നെർവസ് സിസ്റ്റംസ്. പിന്നെ നേരത്തെ നമ്മൾ പഠിച്ച ഡൈജസ്റ്റീവ് സിസ്റ്റംസ്. അങ്ങനെ ഒരുപാട് സിസ്റ്റംസ് ചേർന്നാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ശരീരത്തിൽ ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ഇത്രയും ക്ലിയർ ആയോ? No organ system can function independently. A given physiological activity can be completed only by the combined action of different organ system. ഒരു ഓർഗൻ സിസ്റ്റത്തിന് മാത്രമായിട്ട് ഫങ്ഷൻസ് ചെയ്യാൻ കഴിയില്ല. ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആവണമെങ്കിൽ ഡിഫറെന്റ് ഓർഗൻ സിസ്റ്റംസ് കമ്പൈൻ ചെയ്യണം. ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗൻ സിസ്റ്റം ചേർന്ന് വന്നാൽ മാത്രമേ ഒരു ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആവുകയുള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ദ സെൽ കമ്പൈൻ ടു ഫോം ടിഷ്യൂസ്. സെല്ലുകളെല്ലാം കൂടെ കൂടി ചേർന്ന് വരുമ്പോൾ ടിഷ്യൂസ് ഉണ്ടാവും. ടിഷ്യൂസ് കമ്പൈൻ ടു ഫോം ഓർഗൻസ്. ടിഷ്യൂസുകളെല്ലാം ചേർന്ന് വരുമ്പോൾ ഓർഗൻസ് ഉണ്ടാവും. ഓർഗൻസ് കമ്പൈൻ ടു ഫോം ഓർഗാനിക് സിസ്റ്റം. ഓർഗൻസ് ചേർന്ന് വരുമ്പോഴത്തേക്ക് എന്തോന്നാണ്? ഓർഗാനിക് സിസ്റ്റം. ഈ ഓർഗാനിക് സിസ്റ്റം എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കാണ് ഒരു ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയി വരുന്നത്. അടുത്ത് നോക്കുക, നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ ആറ്റത്തിൽ നിന്ന് ഒരു കമ്മ്യൂണിറ്റിയിലേക്കുള്ള ഒരു മാറ്റം, അതിനെ കുറിച്ചുള്ള ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ലൈഫിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. നമുക്ക് ആദ്യം ആറ്റത്തിൽ നിന്ന് ആറ്റം, പിന്നെ അതെന്തുമായിട്ട് മോളിക്യൂൾസിൽ നിന്ന് സെൽ ഓർഗനല്ലേ, അതിൽ നിന്ന് സെല്ലെല്ലാം കൂടെ കൂടി ചേർന്ന് ടിഷ്യൂസ് എല്ലാം കൂടെ ചേർന്ന് ഓർഗൻ
എല്ലാം കൂടെ കൂടിച്ചേർന്ന് ഓർഗാനിക് സിസ്റ്റം, അതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കാണ് ഒരു ഓർഗാനിസം ഉണ്ടാകുന്നത്. ഓർഗാനിസം എല്ലാം കൂടെ കൂടി ചേർന്ന് വരുമ്പോൾ പോപ്പുലേഷൻ എല്ലാം കൂടെ ചേർന്നാണ് കമ്മ്യൂണിറ്റിയിലോട്ട് എത്തുന്നത്. പാർട്സ് ഓഫ് ദ സെൽ ആർ ഫോംഡ് ഓഫ് വേരിയസ് സബ്സ്റ്റൻസ്. നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കാണുമ്പോഴത്തേക്ക് അതിന്റെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓരോ ലെവലിലുള്ളത്. ആറ്റം, മോളിക്യൂൾസ്, അവിടെ നിന്ന് സെൽ ഓർഗനലി, പിന്നെ സെൽ ഓർഗനലിയൊക്കെ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സെല്ല് ഫോം ചെയ്യുന്നത് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ടിഷ്യൂസ് എല്ലാം ചേർന്ന് ടിഷ്യൂസ്, ഓർഗാനിക് സിസ്റ്റം, അതൊക്കെ നമ്മളിപ്പോൾ പഠിച്ച ഈ ചാപ്റ്ററിലുള്ളത് തന്നെയാണ് ഇതെല്ലാം. പിന്നെ ഓർഗാനിസം, പോപ്പുലേഷൻ, പിന്നെയാണ് കമ്മ്യൂണിറ്റി ആയിട്ട് വരുന്നത്. The structure of the higher order animals, including human beings, is complex as it is formed by a combination of various organic systems. വ്യത്യസ്തമായിട്ടുള്ള ഓർഗാനിക് സിസ്റ്റങ്ങളുടെ കോമ്പിനേഷൻ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കാണ് അനിമൽസിന്റെയും ഹ്യൂമൻ ബീയിങ്സിന്റെയും സ്ട്രക്ചർ വരുന്നത്. ക്ലിയർ ആയത്രയും? അപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം.